വ്യാഴാഴ്ച ഈ പ്രിയംവദ ജോലി കഴിഞ്ഞ് കശുവണ്ടി ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരും വഴിയിൽ വെച്ച് വിനോദുമായി ഒരു വാക്കുതർക്കമുണ്ടായി. ഈ പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ വിനോദിന് പ്രിയംവദയുമായി സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയുണ്ടായ വാക്കേറ്റത്തിനിടെയാണ് പ്രിയംവദയ്ക്ക് മർദ്ദനമേൽക്കുന്നതും തുടർന്ന് ഇവരെ കൊലപ്പെടുത്തുന്നതും എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പ്രിയംവദയുടെ മക്കൾ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഈ പ്രിയംവദയും വിനോദും തമ്മിൽ ഇത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല, പ്രിയംവദയ്ക്ക് വിനോദ് എന്ന പേര് പോലും അറിയില്ല എന്നൊക്കെയാണ്. അതാ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ഒരുപക്ഷെ പറയുന്നതായിരിക്കാം. എന്തായാലും അവർ പറയുന്നത് കൂടി നമ്മൾ കേട്ടേ പറ്റൂ. കാരണം മക്കളാണ്, അമ്മയ്ക്ക് മറ്റൊരു രീതിയിൽ ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ തീർച്ചയായും തകർന്നു പോകും. അത്തരത്തിലില്ല എങ്കിൽ തീർച്ചയായും പോലീസാണ് അന്വേഷിച്ച് അത് കണ്ടെത്തേണ്ടത്. പോലീസ് പറയുന്നത് പ്രകാരം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ വ്യാഴാഴ്ച പ്രിയംവദ ജോലി കഴിഞ്ഞ് മടങ്ങി വരും വഴി, കൃത്യമായി പറഞ്ഞാൽ 12-ാം തീയതി 11-ാം തീയതിയാണ് ബുധനാഴ്ച പ്രിയംവദ ജോലി കഴിഞ്ഞ് മടങ്ങി വരും വഴി ഇവരുടെ വീടിനടുത്ത് വെച്ച്, വിനോദിൻ്റെ വീടിനടുത്ത് വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വാക്കേറ്റത്തിനിടെ ഈ വിനോദ് വീണ്ടും പ്രിയംവദയോട് പണം ആവശ്യപ്പെട്ടു. ഈ പണം ആവശ്യപ്പെട്ടത് പ്രിയംവദ കൊടുക്കാൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് വിനോദ് ഇവരെ മർദ്ദിക്കുകയും മർദ്ദനത്തിൻ്റെ ആഘാതത്തിൽ ഇവർ ബോധശൂന്യയാവുകയും വഴിയിലേക്ക് വീഴുകയുമായിരുന്നു.